അപ്പോഴേ നമുക്ക് നല്ല തേങ്ങ അരച്ച മീൻകറിയുടെ റെസിപ്പി കണ്ടാലോ. മീനായിട്ട് കിട്ടിയേക്കണം നമുക്ക് ചാളക്കുട്ടന്മാരെയാണേ. മീൻ വെട്ടുന്നതിന് മുമ്പായിട്ട് ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടി ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ ഇഞ്ചിയും ഉള്ളിയൊക്കെ ഇട്ട് അരച്ച് പേസ്റ്റ് ആയിട്ട് വെക്കും കേട്ടോ. എന്നിട്ട് ഞാൻ മീൻ വെട്ടാൻ വേണ്ടി പോയിരിക്കാറുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ഈ മീനിൻ്റെ മണമായിരിക്കുമല്ലോ ഈ എടുക്കുന്ന പാത്രത്തിന് മൊത്തം. ആ റിസ്ക് ഞാൻ എടുക്കാറില്ല. അങ്ങനെ നമ്മുടെ മീനൊക്കെ വെട്ടി തേച്ച് കഴുകി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കറച്ചട്ടിയിലേക്ക് അരപ്പൊക്കെ ആവശ്യത്തിന് ഇട്ടേച്ചും വെള്ളമൊക്കെ ഒഴിച്ച് നല്ല കലക്കി അതിൻ്റെ പാകത്തിനായിട്ട് എടുക്കും കേട്ടോ. എന്നിട്ട് നേരെ ഗ്യാസ് അടുപ്പിലേക്ക് കയറ്റി വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഉപ്പും പിന്നെ നമ്മുടെ കുടംപുളിയൊക്കെ ഇട്ട് ഒന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേ. തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ചാളക്കുട്ടന്മാരെയൊക്കെ പെറുക്കിയിടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇഞ്ചിയും ഉള്ളിയും കൂടി വേറെ ചതച്ച് വെച്ചേക്കണം, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ അത് അങ്ങനെ ഇരുന്ന് വേകണ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചാളക്കുട്ടന്മാരെ മസാലയൊക്കെ പുരട്ടി വറുക്കാനും കൂടി എടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ പുരട്ടി ഞാൻ അങ്ങോട്ട് വറുക്കാൻ വേണ്ടി വെച്ചിട്ടാ. അപ്പോൾ നേരെ ചട്ടി അടപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമ്മുടെ കറിവേപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ചാളക്കുട്ടന്മാരെ നിരത്തി വെച്ച് കൊടുക്കാവേ. അങ്ങനെ അത് അവിടെ ഇരുന്ന് മൊരിഞ്ഞ് വറുത്ത് നല്ല സെറ്റായിട്ട് വരുന്ന സമയം കൊണ്ട് നമ്മുടെ കറിയും ശരിയാവും. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ശരിയായി തിളച്ച് വരുമ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം മറന്നുപോയി. ഈ മീനിനകത്ത് നിറച്ച് മുട്ടയായിരുന്നേ. ആ മുട്ട ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് അതും ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ തേച്ച് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു വറുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിനെയും കൂടി ഞാൻ നല്ല അടിപൊളിയായിട്ട് വറുത്ത് സെറ്റാക്കി എടുത്തു. അങ്ങനെ നമ്മുടെ ചൂട് ചോറും ചാളക്കറിയും ചാള വറുത്തതും മുട്ട വറുത്തതൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ടൊരു ഊണ് കഴിച്ചേ. അപ്പോൾ എമ്രൂട്ടനാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട ഫുഡ്. അപ്പോൾ അവൻ സൂപ്പറാണെന്നൊക്കെ പറയണ്ടേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.